ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ എൻ്റെ പൊന്നു കർത്താവേ. കർത്താവായ ഈശോയെ, എന്നെയും ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും, രോഗികൾ, ആകുലർ, ആലംബഹീനർ, അനാഥർ, വിധവകൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കഴിയുന്നവർ, സ്നേഹം കിട്ടാതെ, അംഗീകാരം കിട്ടാതെ വിഷമിക്കുന്നവർ, ആത്മഹത്യാ ചിന്തയുള്ളവർ, പരാജയഭീതിയിലും ഉത്കണ്ഠയിലും ഭയങ്ങളിലും കഴിയുന്നവർ, കടബാധ്യതകളാൽ വിഷമിക്കുന്നവർ, പഠനവൈകല്യമുള്ള മക്കൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, ഗർഭിണികൾ, ജയിലുകളിൽ കഴിയുന്നവർ, സ്വാതന്ത്ര്യം അന്യായമായി നിഷേധിക്കപ്പെട്ടവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, നിരാശയിൽ കൂപ്പുകുത്തിയവർ, കിടപ്പ് രോഗികൾ, ഇപ്പോൾ ഓപ്പറേഷന് വിധേയരായിക്കൊണ്ടിരിക്കുന്നവർ, ആശുപത്രി കൈയൊഴിഞ്ഞ രോഗികൾ, അത്യാസന്ന നിലകളിൽ നാളുകളായി കഴിയുന്നവർ, കർത്താവെ, രോഗികൾക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, ഭരണാധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടേഴ്സ്, വചനപ്രഘോഷകർ, അൽമായ പ്രേക്ഷിതർ, എല്ലാവരെയും, സത്യസഭ മുഴുവനെയും, തിരുസഭ മുഴുവനെയും, ലോകം മുഴുവനെയും അങ്ങയുടെ ആ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. തിരുരക്തം കൊണ്ട് കഴുകണമേ കർത്താവെ. കണ്ണുനീരോടെ അല്ലെങ്കിൽ നിർവികാരമായ അവസ്ഥകളിൽ ഇപ്പോൾ ആയിരിക്കുന്ന, വചനം കേൾക്കുന്ന, പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഈ മക്കളെയും കുടുംബങ്ങളെയും വിശുദ്ധീകരിച്ച് സകല അശുദ്ധിയും പൈശാചിക ബന്ധനങ്ങളും ശാപക്കെട്ടുകളും കട്ടിളക്കാലുകളിൽ തളിച്ച കുഞ്ഞാടിൻ്റെ രക്തം അടയാളമായിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അതേ അടയാളം ഉപയോഗിച്ച് ശത്രുവിൻ്റെ മേൽ വിജയം നേടുകയും ചെയ്തതുപോലെ യേശുവിൻ്റെ രക്തത്താൽ കർത്താവെ മുദ്ര ചെയ്ത് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും വിശ്വാസം വഴി കൃപയാൽ സംരക്ഷിക്കണേ. പുറപ്പാട് 12:23 നിങ്ങളുടെ മേൽപ്പടിയിലും 2 കട്ടിളക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നുപോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. രക്ഷകനായ യേശുവിൻ്റെ തിരുരക്തം ഈ വചനം കേൾക്കുന്ന വ്യക്തിക്കും കുടുംബത്തിനും സ്ഥാപനത്തിനും അവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും കവചം തീർക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ കെട്ടുകൾ അഴിയട്ടെ. ശാപക്കെട്ടുകൾ, പൈശാചിക പീഡകൾ, പാരമ്പര്യ കടങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ നിർവീര്യമാകട്ടെ. ആന്തരിക മുറിവുകൾ, മാനസിക സംഘർഷങ്ങൾ, ഇവയിൽ നിന്ന് വിടുതൽ നൽകണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ എൻ്റെ പൊന്നു കർത്താവേ. യോയേൽ പ്രവചനം 3:21 അവരുടെ രക്തത്തിന് ഞാൻ പ്രതികാരം ചെയ്യും, കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുകയില്ല. കർത്താവ് സിയോനിൽ വസിക്കുന്നു. രക്തത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാ തിരുരക്തത്തിൻ്റെ സംരക്ഷണം, യേശുവിൻ്റെ രക്തത്തോട് നമ്മുടെ രക്തത്തെ ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ ദൈവത്തോട് കൂടുതൽ സമീപസ്ഥരാക്കി തിരുരക്തം മാറ്റും. എഫേസസ് 2:13 പറയുന്നു, എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും യേശുവിൻ്റേതാകാൻ, യേശുവിനുള്ളവരായി മാറുവാൻ ഉള്ള
ആരായിരുന്നാലും ജാതി മത ഭേദമന്യേ കൊടും പാപിയാണെങ്കിലും അവരവർക്ക് തന്നെ അവരവരോട് വെറുപ്പാണെങ്കിലും യേശുവിൻ്റെ തിരുരക്തത്തെ വിശ്വാസത്താൽ വിളിച്ചു പ്രാർത്ഥിക്കുക. ലേവ്യർ 17:11 പറയുന്നുണ്ട്, ജീവൻ രക്തത്തിലാണ് എന്ന് ഈ വചനം പറഞ്ഞു തരുന്നു. എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവനു വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് വിശ്വാസത്താൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. കഠിന ഹൃദയങ്ങൾ ഇളകും. മനുഷ്യരാൽ അസാധ്യമായ സംഭവങ്ങളും പ്രവൃത്തികളും കാണുവാൻ സാധിക്കും. കാരണം 1 കൊറിന്തോസ് 6:20 പറയുന്നുണ്ട്, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ വിശ്വാസം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കൊണ്ടാണ്. വെറുതെ കേട്ടാൽ പോരാ. കാരണം ഹെബ്രായർ 4:2 പറയുന്നുണ്ട്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല. അപ്പോൾ 1 കൊറിന്തോസ് 6:20 വചനം, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് വിശ്വാസം വഴി അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധവും നീതിനിഷ്ഠവുമായി തീരണം. ഇനി തോന്നിവാസം പോലെ ജീവിക്കാനുള്ളവരല്ല, ജഡത്തെ തൃപ്തിപ്പെടുത്തി ജീവിക്കാനുള്ളവരല്ല, ലോകത്തിൻ്റെ മായയിൽ ജീവിക്കാനുള്ള. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും എന്ന് തന്നെ അർത്ഥം. അപ്പോൾ കാരണം നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇനി നമ്മുടെ മേൽ നമുക്കല്ല അധികാരം. ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, കാലിൻ്റെ അസ്ഥിയൊക്കെ ഒടിഞ്ഞ് അപകടം പറ്റി രക്തമൊക്കെ കയറ്റേണ്ട സർജറി ചെയ്യേണ്ടി വന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ ശരീരത്തിലെ രക്തം വാർന്നു പോയപ്പോൾ അല്ലെങ്കിൽ മുറിവുണ്ടായപ്പോൾ ആ രക്തം സ്വീകരിക്കേണ്ടി വന്നപ്പോൾ അതെൻ്റെ ജീവനെ പിടിച്ചു നിർത്താൻ, സപ്പോർട്ട് ചെയ്യാൻ അത് കാരണമായി തീർന്നു. ഞാൻ മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം. ഇതുപോലെ യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം വിലയായി നമ്മുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും മാറ്റിക്കളഞ്ഞ് നമുക്ക് ജീവൻ തരും. വെളിപാട് 5:9 പറയുന്നുണ്ട്, നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലക്ക് വാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഷൈജു ബ്രദർ ഇപ്പോൾ എറണാകുളത്ത് വൈറ്റിലക്കടുത്തുള്ള ചളിക്കവട്ട എന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും അമേരിക്കയിലിരിക്കുന്നയാൾക്കും റഷ്യയിലിരിക്കുന്നയാൾക്കും ഇസ്രായേലിലിരിക്കുന്നയാൾക്കും തിരുവനന്തപുരത്തിരിക്കുന്ന ആൾക്കും എറണാകുളത്തിരിക്കുന്ന ആൾക്കും കോട്ടയത്തിരിക്കുന്ന ആൾക്കും കാസർഗോഡും കണ്ണൂരും ഇരിക്കുന്ന ആൾക്കും ഇറ്റലിയിലിരിക്കുന്ന ആൾക്കും ഗൾഫ് രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കും ക്രിസ്തുവിൻ്റെ നാമം കേട്ടാൽ ഓടിക്കുന്ന ഞെട്ടുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും അവിടെയെല്ലാം ഈ യേശുവിൻ്റെ രക്തത്തെ വിശ്വാസത്താൽ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിച്ചിരിക്കും. ഫാദർ ടോം ഉഴുന്നാൽ വധിക്കപ്പെടാതെ 555 ദിവസത്തിലധികം ബന്ദികളാൽ പിടിക്കപ്പെട്ട് എന്നാൽ അവസാനം നിരുപാധികം വിട്ടയക്കപ്പെട്ടപ്പോൾ ഇതുപോലെയുള്ള യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ പ്രാർത്ഥനയുടെ അത്ഭുതമാണ് ഡോൺ ബോസ്കോ സലേഷനിലെ വൈദികനായ ബഹുമാനപ്പെട്ട ഫാദർ ടോം ഉഴുന്നാൽ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാട്ടിയത്. അപ്പോൾ വിശ്വാസം വഴി കൃപയാൽ യേശുവിൻ്റെ രക്തത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ സകല അശുദ്ധികളിൽ നിന്ന് വിശുദ്ധീകരിക്കും. സഹനങ്ങളുണ്ടാകും, മുറിവുകളുണ്ടാകും, ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും. പക്ഷേ യേശുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കും. ഹെബ്രായർ 9:14 പറയുന്നു, എങ്കിൽ സത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. യേശുവിൻ്റെ രക്തം ഇതുവരെ നിൻ്റെ പാരമ്പര്യമോ നിൻ്റെ ജീവിതാവസ്ഥകളോ തിന്മ നിറഞ്ഞതോ പഴയതോ അശുദ്ധമായതോ ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിച്ചതോ ആയിരിക്കാം. പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ജീവിതവും പാരമ്പര്യവും നമ്മളായിരിക്കുന്ന അവസ്ഥകളും കഴുകപ്പെട്ട, എനിക്കറിയാം ഒരാളെ 35 വർഷക്കാലം മദ്യം, പുകവലി, ഇവയിൽ ലഹരികളിലൊക്കെ മുങ്ങി ക്രിമിനൽ സ്വഭാവത്തോടെ ജീവിച്ച ഒരാൾ. പക്ഷേ യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ടു പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പുതുക്കി
പണിയപ്പെട്ടു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ എത്രയോ ജീവിത അനുഭവങ്ങൾ. യേശുവിൻ്റെ രക്തത്തെ വിശ്വാസത്താൽ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ വളർച്ചയില്ല, കിട്ടുകയില്ല എന്ന് പറഞ്ഞ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട്. വൈദ്യശാസ്ത്രം പൂർണ്ണമായി പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല, ഇത് കളയുന്നതായിരുന്നു നല്ലത്, പണ്ടേ പറഞ്ഞതല്ലേ. പക്ഷേ ഇന്ന് കുഞ്ഞ് നല്ല അന്തസ്സായിട്ട് ഓടിക്കളിക്കുന്നു. അവസാനം ഇതുപോലെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ജീവിച്ചിരിക്കുകയില്ല, കളയുന്നതാണ് നല്ലത്, കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ, വളർച്ചയില്ല, തൂക്കമില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല മിടുമിടുക്കന്മാരും മിടുമിടുക്കളായ മക്കളെ എനിക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും. അവരൊക്കെ വിളിച്ചപ്പോഴും വന്നപ്പോഴും യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് അറ്റ കൈ, വേറെ ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ പറഞ്ഞു കളയണം, അല്ലെങ്കിൽ ഇതങ്ങനെയാണ്, കിട്ടിയാലും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. പക്ഷേ യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടക്കും. ഞാൻ ഈ വചനം ഇടുന്നതിന് അല്പം മുമ്പ് ഭയങ്കരമായ ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡൗണായിപ്പോയ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറയാൻ, അച്ഛൻ്റെ കാര്യം പറയാൻ ഒരു മകൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, മക്കളുടെ മക്കളും ഒക്കെ ആയ ആളാണ്, അവശതയിൽ കിടന്ന ആൾ. കൊച്ചാണ് വിളിച്ചു പറഞ്ഞത്, പേരക്കൊച്ചാണ് വിളിച്ചു പറയുന്നത്, ദേ അപ്പൂപ്പൻ എഴുന്നേറ്റ് നടന്ന് ബാത്റൂമിൽ പോകുന്നുവെന്ന്. അതാണ് വിശ്വാസം വഴി എന്നോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ വരണേ എന്ന് പറഞ്ഞിരുന്നു. പോകാനായിട്ട് സാധിച്ചില്ല, എന്നാലും പേര് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നേരിട്ട് വന്നിട്ട് പറഞ്ഞു തന്നെത്താൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി എന്ന്. അങ്ങനെ എത്ര കാര്യങ്ങൾ തന്നെത്താനെ വാരിത്തിന്നും. ഒരിക്കലും ഇതുപോലെ പ്രാർത്ഥന ആവശ്യപ്പെട്ട രോഗി തന്നെ ആശുപത്രിയിൽ നിന്ന് കൈയൊഴിഞ്ഞ് വീട്ടിൽ കൊണ്ടിരിക്കുക. രോഗി തന്നെ ട്യൂബൊക്കെ വലിച്ചു കളഞ്ഞിട്ട്, മൂക്കിലെ ട്യൂബൊക്കെ വലിച്ചു കളഞ്ഞിട്ട് വായിൽ കൂടി വാരിക്കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് ഇപ്പം മരിക്കുമെന്നും പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതുപോലെ എത്ര അനുഭവം. 42 വയസ്സായി, ഇനി എവിടെ നിന്ന് കിട്ടാനാ? 1-ാം കല്യാണം ഒരിക്കലും നടക്കില്ല. വന്നത് അപൂർവം, വന്നത് 2-ാം കല്യാണമാണ് എന്ന് പറഞ്ഞത് 1-ാം കല്യാണം തന്നെ നടന്നു, 2 കുട്ടികളുമായി. ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നേ ഉറച്ച് വിശ്വസിക്കുക. യേശുവിൻ്റെ രക്തം ഒറ്റമൂലിയാണ്. റോമാ 3:25 പറയുന്നുണ്ട്, വിശ്വാസം വഴി സംലബ്ധമാവുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. നമ്മുടെയും മറ്റുള്ളവരുടെയും പാരമ്പര്യത്തിൻ്റെ എല്ലാ കെട്ടുകളിലും അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് അപ്പനെ അനുസരിക്കാത്തവർ ഇളയ മകനനുസരിക്കുമോ? ഞാൻ ഓർക്കുകയാണ്, അപ്പം മരിച്ചതിന് ശേഷം ഇളയ സഹോദരനോട് കൂടുതൽ ക്രൂരമായി പെരുമാറിക്കൊണ്ടിരുന്ന മൂത്ത സഹോദരൻ അവൻ്റെ വസ്തുവും കെട്ടിടവും എല്ലാം സാധിക്കുന്ന രീതിയിൽ ബ്ലോക്കാക്കിയും പ്രശ്നങ്ങളുണ്ടാക്കിയും രഹസ്യമായിട്ട് കളിച്ച് പണിത കെട്ടിടങ്ങളെല്ലാം നമ്പർ പോലും കിട്ടാതെ ബ്ലോക്കാക്കി പ്രശ്നമാക്കി രഹസ്യക്കളി സ്വന്തം സഹോദരൻ. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചപ്പോൾ ആ കുരുക്ക് അഴിയാക്കുരുക്കൊക്കെ അഴിഞ്ഞു വീണ് ഇന്ന് കഴിഞ്ഞ അനേക വർഷങ്ങൾ വാടക കിട്ടാനോ അല്ലെങ്കിൽ കിട്ടിയ പൈസ തിരിച്ച് അഡ്വാൻസൊക്കെ കൊടുക്കേണ്ടി വന്ന നമ്പർ കിട്ടാതോ അംഗീകാരം കിട്ടാതെ വിഷമിച്ചിരുന്ന ആ കുരുക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഴിച്ചു കൊടുത്തു. ശത്രു എത്ര വലുതായിരുന്നാലും ശത്രു വ്യക്തിയല്ല, ശത്രു പിശാചാണ്. ആ ശത്രുവിൻ്റെ മേൽ യേശുവിൻ്റെ രക്തം വഴി എനിക്കും നിങ്ങൾക്കും വിജയം കിട്ടും. അപ്പോൾ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ തിരിച്ചു വരണം. അപ്പോസ്തല പ്രവർത്തനം 20:28 പറയുന്നുണ്ട്, കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ഇടയന്മാരാണ്, നമ്മൾ നിസ്സാരക്കാരല്ല. കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ മക്കളുടെ മേൽ ശുശ്രൂഷയുടെ മേൽ ദൈവം നമുക്കൊരു നേതൃത്വവും ഒരു മാധ്യസ്ഥ ശക്തിയും എല്ലാം തന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി വചനം കേൾക്കുന്നെങ്കിൽ ഈ അജപാലന ദൗത്യം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ തകർന്ന് തരിപ്പണമായി നശിച്ച് വെണ്ണീറായ ആത്മഹത്യകരമായ അവസ്ഥകൾ, ബിസിനസ്സെല്ലാം, അപ്പൻ്റെ ബിസിനസ് പല രീതിയിൽ പലതവണ തകർന്ന് ഇനി ഈ ഭൂമിയിൽ ഒരു ജീവിതമില്ല, മാറ്റമില്ല. അങ്ങനെ തകർന്ന നാളുകളിൽ എൻ്റെ അമ്മയാണ് എന്നെ പ്രാർത്ഥനയിലും വചനത്തിലേക്കുള്ള വഴികൾ ഒരുക്കി. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയായിരിക്കാം ദൈവം ഉപയോഗിക്കുന്നത്.
ഉപയോഗിക്കുന്നത് ഇതാ കടം മാറാൻ, രോഗം മാറാൻ, അപ്പൻ്റെ മദ്യപാനം മാറാനൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിൻ്റെ അപ്പുറം ദൈവരാജ്യത്തിൻ്റെ വക്താവും വചന ശുശ്രൂഷയിലേക്കും ഈ ലോകത്തിലെ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയില്ല, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവ ശുശ്രൂഷയിലേക്ക് ഈ പാപിയും ബലഹീനനുമായ ദാസനെ കർത്താവ് ഉപയോഗിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലപ്രവർത്തനം 16:31. അതുകൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാ, ഞാൻ മാത്രം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ, ഞാൻ മാത്രം പ്രാർത്ഥിച്ച് അങ്ങനെ നടക്കും, മതി, കർത്താവിന് വല്ലഭന് പുല്ലുമായുധം എന്ന് പറഞ്ഞതുപോലെ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ, മറന്നു പോകരുത്. അപ്പോൾ ഈ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. വെളിപാട് 12:11 പറയുന്നു, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിൻ്റെ രക്തം കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ആ കർത്താവിനെ വാഴ്ത്തണം, ആ കർത്താവിനെ മഹത്വപ്പെടുത്തണം, ആ യേശുവിൻ്റെ രക്തത്തെ വിളിച്ചു പ്രാർത്ഥിക്കണം. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും, വെളിപാട് 12:11 സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും. അതുകൊണ്ട് വചനം ഉണ്ടാകണം, വചനത്തിൽ ജീവിക്കണം. വചനം അവൻ്റെ മേൽ വിജയം നേടി. ലോകത്തിൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, അശുദ്ധിയുടെ മേൽ വിജയം നേടാൻ സാധിക്കണം തിരുരക്തത്താൽ. റോമ 5:9 പറയുന്നു, രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. എൻ്റെ ജീവിതം പോയി, ഇനി ആര് വിചാരിച്ചിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇത് ശാപമാണ്, പൂർവ്വഘടമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയാണ്, പണ്ട് മുതലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അവൻ മൂലം, അതെങ്ങനെയുമാട്ടെ, അവൻ്റെ രക്തത്താൽ ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടും. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടും. ശിക്ഷയിലേക്കല്ല, രക്ഷയിലേക്കാണ്. കാരണം യേശു രക്ഷകനാണ്. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. കൊളോസോസ് 1:20 പറയുന്നുണ്ട്, എന്താണ് ലഭിക്കുന്നത്? രക്തം വഴി യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് വിശ്വാസത്താൽ തളിച്ച് നമ്മുടെ വീട്, മുറികൾ, കോമ്പൗണ്ട്, കട്ടിളക്കാലുകൾ, നാലതിരുകൾ, കേസിൽ കിടക്കുന്ന വസ്തു, സ്ഥാവര ജംഗമ വസ്തുക്കൾ, ഓരോ മൺതരിയും, കുടുംബത്തിൽ ദൈവഭയവും പ്രാർത്ഥനയും ഇല്ലാത്തവരും ഉള്ളവരും, ജോലി, വരുമാന മാർഗങ്ങൾ, വാഹനങ്ങൾ, യാത്രകൾ, യേശുവിൻ്റെ രക്തം തളിച്ച് വിശ്വാസം വഴി പ്രാർത്ഥിച്ച് അവിടെ നിന്നെല്ലാം എല്ലാ അശുദ്ധിയും ബന്ധനങ്ങളും നീങ്ങി രക്തമുള്ളിടത്ത് പരിശുദ്ധാത്മാവ് കടന്നു വരും. യേശുവിൻ്റെ രക്തം പാപപരിഹാര ബലിയായി എനിക്കും നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. കൊളോസോസ് 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും. അതുകൊണ്ട് സ്വർഗത്തിലുള്ള കാര്യമായാലും ഭൂമിയിലുള്ള കാര്യം, ആത്മീയ ജീവിത മേഖലയിലായാലും ആത്മീയമായ വരദാനങ്ങളും അനുഗ്രഹങ്ങളും ആത്മീയമായ സമ്പത്തും എവിടെ കിട്ടും? യേശുവിൻ്റെ രക്തത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, നമുക്കിപ്പോൾ കാണുന്നതും കാണാൻ പറ്റാത്തതും മറഞ്ഞിരിക്കുന്നതും മൂടപ്പെട്ട് കിടക്കുന്നതും തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നതോ കേസിലോ കുരുക്കിലോ കഴിയുന്നത്, അതിൻ്റെ മേലെല്ലാം അവനിലൂടെ യേശുവിനെ അതിൻ്റെ മേൽ ഉയർത്തണം. യേശുവിൻ്റെ രക്തത്തെ, ഹെബ്രായ 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഇപ്പോൾ തലക്ക് ഭാരം, മനസ്സിന് പ്രയാസം, ശരീരം മുഴുവൻ അസ്വസ്ഥയായിട്ടിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഈ ദൈവശക്തി കയറും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തളർന്നും മടുത്തും ക്ഷീണിച്ചും ഇരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ജീവിത നൈരാശ്യത്തിലാണോ? യേശുവിൻ്റെ രക്തമേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിൻ്റെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ എന്ന് നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ആ രക്തത്തെ, എൻ്റെ രക്തത്തോട് തിരുരക്തത്തെ ചേർത്ത് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ കേടുവന്ന കിഡ്നി ആണെങ്കിൽ യേശുവിൻ്റെ രക്തത്തോട് എൻ്റെ കിഡ്നിയെ കഴുകണമേ എന്ന് തളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ
എൻ്റെ ഹൃദയത്തെ കഴുകണമേ. ഹാർട്ടിലെ ബ്ലോക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ബ്രദർ, ഇത് വെറുതെ പറയുകയില്ല. കഴിഞ്ഞ 35 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലും വെറുതെ പ്രസംഗിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അനേകായിരങ്ങൾ ഇന്നും ഇത് കാണുകയും ഇപ്പോഴാണ് യൂട്യൂബിലൂടെ ഈ അടുത്ത കാലത്താണ് ശുശ്രൂഷ പല ധ്യാന സെൻറ്ററുകളിലും പല ദേവാലയങ്ങളിലും പല കൂട്ടായ്മകളിലും ചെറുതാകട്ടെ വലുതാകട്ടെ സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ പ്രസിദ്ധീകരണത്തിലൂടെ ആകട്ടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് മാത്രമേ പറയാനും അവകാശപ്പെടാനും ഉള്ളൂ. അങ്ങനെയെല്ലാം വചനം കൊടുത്ത പറഞ്ഞ കേട്ട സംസാരിച്ച വ്യക്തിപരമായിട്ട് ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. വലിയ ആയിരക്കണക്കിന് വരുന്ന സമൂഹങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഗുഡ്നസ് ടി വിയിൽ പ്രസംഗിക്കുന്നവരെയൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞത് ഇതാ ഒരേ സമയം ഇത്ര ലക്ഷം ആളുകളാണ് വ്യൂവേഴ്സായിട്ടുള്ളത്. ഇതാണ് നിങ്ങൾ പോലും അറിയുന്നുണ്ടാകത്തില്ല. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒരേ സമയം. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പറയുന്ന ആളുടെ മിടുക്കോ കഴിവോ ശക്തിയല്ല, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് അജ്ഞാതമായതും തടസ്സപ്പെട്ട് കിടക്കുന്നതും തലമുറകളായിട്ട് നിഷേധിക്കപ്പെട്ട് കിടക്കുന്ന നന്മകളോ അനുഗ്രഹങ്ങളോ ആകട്ടെ അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കും. യേശുക്രിസ്തുവിനെ അതിൻ്റെ മേൽ ഉയർത്തുക, അധികാരം കൊടുക്കുക, മഹത്വം കൊടുക്കുക. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് വെറുപ്പ് മാറ്റി, അവരോടും അതിനോടും നമ്മളോടുമുള്ള വെറുപ്പ് മാറ്റി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. മാർക്കോസ് 5:36 സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. 12 വർഷം രക്തസ്രാവം പിടിപെട്ട് ഇനി പോകാത്ത ചികിത്സകളോ മരുന്നുകളോ ഇല്ല. ഉള്ള സമ്പത്തെല്ലാം ക്ഷയിച്ച രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ അവരുടെ രക്തസ്രാവവും മാറി, സമാധാനവും കിട്ടി. അപ്പോൾ യേശുവിൻ്റെ രക്തം വഴി യേശുവിനെ വിശ്വാസത്താൽ തളിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ ഈ രക്തം വഴി തീർപ്പാകാതെ കിടക്കുന്ന വസ്തുപ്രശ്നങ്ങൾ, വിൽപ്പന തടസ്സങ്ങൾ എല്ലാം മാറും. സജ്ജി എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഇവരുടെ സ്ഥാപനത്തിൽ ഒരു കടമുറി വിൽക്കാനുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ട് കിടന്ന അവസ്ഥ. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ യേശുവിൻ്റെ രക്തത്തെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അസാധ്യ കാര്യങ്ങൾ തടസ്സങ്ങൾ മാറിക്കിട്ടി. മകന് അത്ഭുതകരമായി കാനഡയിൽ പോകാനുള്ള അവസരം. ഇപ്പോൾ ഈ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും പുറത്താണ്. ഞാൻ ചോദിച്ചു എവിടെയാണ്? അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ US-ലാണ് ബ്രദറെ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാക്ഷ്യങ്ങളുടെ കൂമ്പാരം തന്നെ. പഴയത് മാറി പുതിയത് കടന്നു വരുന്നു. നിത്യവൃത്തിക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥകളിൽ വന്നിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം മുന്നിൽ എന്തെന്നൊരു പിടിയും കിട്ടാത്ത അവസ്ഥ. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരാൾ വന്നിരുന്ന് വീടിൻ്റെ ഉമർത്ത് മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഡെസ്കിൽ കൊട്ടി ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ബഹളവുമാണ്. ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഒച്ചയിൽ. അപ്പോൾ വേഗം ഒന്ന് വാ എന്ന് പറഞ്ഞു. വല്ല മാനസിക രോഗിയാണെന്നറിയില്ലെന്ന് പറഞ്ഞു. ഭയങ്കര ഒച്ചയിൽ കരയുകയും ചെയ്യുന്നുണ്ട്, പാടുകയും ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഉമർത്ത് തന്നെയാണ് മാതാവിൻ്റെ തിരുസ്വരൂപം. അവിടെ ഒരു ഡെസ്ക് ഇട്ടിട്ടുണ്ട്, കസേര ഇട്ടിട്ടുണ്ട്. അതിൽ കൊട്ടി ഇയാൾ പാടി കരഞ്ഞ് ഞാൻ വന്നു പുറത്ത് മാറി. അവസാനം അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പറഞ്ഞു. ഇന്നയാൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വന്നത് എൻ്റെ പിടിവിട്ടുപോയി. ഞാനിവിടെ ഹൃദയം തുറന്ന് എൻ്റെ ഭാരങ്ങളെല്ലാം, ഭാര്യയും 2 മക്കളുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. ഭാര്യയുടെ വീട്ടുകാർ കൊണ്ട് എവിടെയോ വാടകയ്ക്ക് താമസിപ്പിച്ചു. അവരെ മാറ്റിയിരിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ മാസങ്ങളും ദിവസങ്ങളുമായി ഇതാ ഒരു ഗതിയുമില്ലാതെ അലഞ്ഞ് ഞാൻ നടക്കുകയാണ്. ആത്മഹത്യയെക്കുറിച്ച് പലതവണ ചിന്തിച്ചു. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു വിട്ടത്. കുടുംബ പ്രശ്നം മറ്റുള്ളവരെ ഏറ്റെടുത്ത് ആകെ കോളമാക്കി എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്ന് ഉള്ളുരുകിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരങ്ങൾ 1-2 വിസിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു എൻ്റെ ഭാര്യ മക്കളെല്ലാം കണ്ടുകിട്ടി തിരിച്ചു വന്നു. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നുവെന്ന്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര കലുഷിതമായാലും, എത്ര നാണം കെട്ട അവസ്ഥയായാലും, ആരെല്ലാം നമുക്കെതിരെ നിന്നാലും, നമ്മളെക്കുറിച്ച് ഇല്ലാത്തവർ പറഞ്ഞു പരത്തിയവരും കൂട്ടുനിന്നവരും പറയും ആ മനുഷ്യൻ നീതിമാനായിരുന്നു. കർത്താവായ യേശുവിനെ നോക്കി, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കിക്കൊണ്ട് അവരത് പറഞ്ഞെങ്കിൽ
യേശുവിൻ്റെ രക്തത്തെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതകാലത്ത് തന്നെ ദൈവം അത് സംഭവിക്കാൻ കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകും. ഹെബ്രായർ 9:14 അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായിട്ട് വിശുദ്ധീകരിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം എന്ന് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്തെ യെശയ്യാ പ്രവചനം 53:5 പറയുന്നുണ്ട്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. മുറിവേറ്റു, ക്ഷതമേറ്റു. ഇനി എന്താക്കാനുള്ളത്? അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി സ്വന്തം കുറവ് കൊണ്ട് വന്നു പോയതോ, ജീവിതത്തെ ശപിച്ച് കുറ്റബോധത്തിൽ കഴിയുന്നതോ, തല പൊക്കാൻ സാധ്യതയില്ലാത്ത തെറ്റ് കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടാകാം. പറ്റിയില്ലെങ്കിൽ ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തി നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുന്നവരുണ്ടാകാം. കുറ്റക്കാരായി മുദ്ര വെക്കുമ്പോഴും യേശുവിൻ്റെ രക്തം അവരെയും നമ്മളെയും മുദ്ര വെച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ ആ അഴിയാക്കൊരുക്കുകൾ അഴിഞ്ഞിരിക്കും. എവിടെ നീ തല താഴ്ത്തി നിന്നോ, എവിടെ മകനെ മകളെ നീ നാണം കെട്ടോ, ആരുടെ മുമ്പിലെല്ലാം നിന്നെ അപമാനിച്ചോ, അവിടെയെല്ലാം ദൈവം നിന്നെ ഉയർത്താനായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ പലതരത്തിലുള്ള ശാരീരിക ക്ഷതങ്ങൾ, ഒടിവുകൾ സംഭവിച്ചവർ, വലിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. മാനസികമായ ആത്മീയമായ ക്ഷതങ്ങളും മുറിവുകളുമുള്ള ഒത്തിരി വർഷം. ഇന്നലെ എന്നെ ഒരു വ്യക്തി കാണാനായിട്ട് വന്നു. ഏതാനും വർഷങ്ങളായി കുമ്പസാരിച്ചിട്ട് ജീവിതമാകെ തകർന്നു. ഉണ്ടാക്കിയ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്ന വഴികളും ബന്ധങ്ങളും എല്ലാം തകർന്നു പോയി. ഭാര്യയും ഭർത്താവും 2 വഴിക്ക്, മക്കളും പെരുവഴിയായി തീർന്ന അവസ്ഥ. പ്രാർത്ഥനാ സഹായം നേടി കണ്ണുനീരോടെ വന്നിരിക്കുകയാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെ മുറിഞ്ഞു അവിടെ മറ്റെല്ലാ ക്രമക്കേടുകളും തകർച്ചകളും കടന്നു വരുന്നു. സാത്താനിട്ട് അമ്മാനമാടുന്ന അവസ്ഥ. ആ വ്യക്തിക്ക് തന്നെ അത് ബോധ്യമായാണ് ഇവിടെ കുമ്പസാരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞൊടിയിടക്കുള്ളിൽ മാറ്റങ്ങൾ വന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. നല്ല കുമ്പസാരം കഴിയുമ്പോൾ തന്നെ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറയുന്ന കാര്യം, മനഃശാസ്ത്രജ്ഞനാണ് പോലും കേട്ടോണേ, പറയുന്ന ഇതാണ്: മാനസിക രോഗികൾ പോലും സൗഖ്യപ്പെടുന്നത് കുമ്പസാരം എന്ന കൂദാശ വഴി സൗഖ്യപ്പെടുന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ് ഈ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്ടർ ഫ്രാങ്ക്ലിൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ യേശുവിൻ്റെ രക്തം, തിരുരക്തം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ തളിച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. വെളിപാട് 1:6 നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും, പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് കഴിഞ്ഞു. യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എനിക്കെങ്ങനെയാണ് ഈ രക്ഷ കിട്ടുന്നത്, പാപമോചനം കിട്ടുന്നത്? പലരും ചോദിക്കും. ഇതാ വെള്ളം മുഴുവൻ പോയി ഒഴുകിക്കഴിഞ്ഞിട്ട് അണ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അത് വെള്ളത്തിൻ്റെ കാര്യം. യേശുവിൻ്റെ രക്തത്തെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇനിയും എനിക്കും നിങ്ങൾക്കും പല സാധ്യതകളുണ്ട്. ഇത് കെട്ടുകഥയല്ല, ഇത് കിംവദന്തിയല്ല. ചരിത്രം തന്നെ 2ആയി കീറി മുറിച്ച, AD എന്നും BC എന്നും മുറിക്കപ്പെട്ടത് ചരിത്രത്തിൻ്റെ നാഴികക്കല്ലാണ് ഈ രക്തം, ഈ കുരിശു മരണം, ഈ ക്ഷതങ്ങൾ, ഈ മുറിവുകൾ. അതെ, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ നാമത്തെ നിഷേധിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മെ സ്നേഹിക്കുകയും, വെളിപാട് 1:6 സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവനും മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യേശുവിനും മഹത്വവും സ്തുതിയും ആരാധനയും കൊടുത്ത് ഞാൻ എന്നെ, എനിക്ക്, എൻ്റെ എന്നുള്ളത് നിർത്തിയിട്ട് എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, ഞങ്ങളെ കഷ്ടപ്പെടുത്തി, ഞങ്ങളെ അനുഭവിച്ചു, ഞങ്ങളെ നശിപ്പിച്ചു, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടം വരുത്തി, തല കിടക്കുന്ന ഇതല്ലേ, അത് മാറ്റിയിട്ട് ഇന്നു മുതൽ ഇതാ നമ്മെ പാപത്തിൽ നിന്ന്, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് ദൈവം ശ്രേഷ്ഠമായ പദവിയാണ്. യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുക മാത്രമല്ല,
ദൈവത്തിൻ്റെ പുരോഹിതരും. 1 പത്രോസ് 2:9 നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത പ്രവാചക ഗണമാണ്. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാജാവിനെ പോലെ നീ ജീവിക്കും. യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതനെ പോലെ ദൈവം നിന്നെ ഉയർത്തും. നിൻ്റെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി, നിൻ്റെ ദേശത്തിന് വേണ്ടി പരിഹാരം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ബലിയർപ്പിക്കാൻ, വചനം കൊടുക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ, മധ്യസ്ഥം വഹിക്കാൻ, അവരെ സഹായിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത പ്രവാചക ഗണം. കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടത്തിക്കൊണ്ടുവരാൻ, ഇന്നിലേക്ക് വരാനിരിക്കുന്നവരിലേക്ക് ഇതാ ദൈവശക്തിയെ പ്രവചിച്ച് ഇറക്കാൻ, അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ, നിനക്ക് വിശ്വാസത്തിൽ വളരാൻ ഈ കൃപ കാരണമായി പുരോഹിതർ വാക്കുകയും ചെയ്തവനും മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീ കുറഞ്ഞ പുള്ളിയല്ലെന്ന് യേശുവിൻ്റെ രക്തം കാണിച്ചു തരും. യേശുവിൻ്റെ രക്തം ഒരു ഷീൽഡ് പോലെ നിങ്ങളുടെ ജീവിതത്തെ, വീടിനെ, കോമ്പൗണ്ടിനെ പൊതിഞ്ഞു പിടിക്കും. വീട് വിറ്റിട്ട് ബന്ധനം മാറ്റാൻ നടക്കണ്ട. നിൻ്റെ മണ്ണിനെ, നിൻ്റെ വീടിനെ കർത്താവ് പുണ്യഭൂമിയാക്കി മാറ്റും. പക്ഷെ ആരെങ്കിലും പറ്റിച്ച്, സഹോദരങ്ങളെ കണ്ണുനീര് വീഴ്ത്തി, കള്ളക്കഥകൾ പറഞ്ഞ് ചെളിവാരി എറിയുന്ന സ്വഭാവമാണോ? മോഷ്ടിച്ചെടുത്തതോ, വഞ്ചിച്ചെടുത്തതോ, തട്ടിച്ചെടുത്തതോ, നികുതി വെട്ടിച്ചെടുത്തതോ, കൂടപ്പറപ്പങ്ങളെ കണ്ണുനീര് വീഴ്ത്തിയതോ കുടുംബത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതാദ്യം മാറ്റണം. യേശു ചിലർ പറയും വചനം 1000 എഴുതി, 10,000 എഴുതി, പള്ളിക്ക് നേർച്ച കൊടുത്തു, ദശാംശം കൊടുത്തു. അതെല്ലാം നല്ല കാര്യം തന്നെ, അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യാൻ പോകുന്നില്ല, ഞാൻ കള്ള് കുടിക്കുന്നില്ല. നല്ല കാര്യം, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെ. അപ്പോൾ അവർ പറയുന്നത് ഞാനത് ചെയ്യാത്തത് കൊണ്ട് പുണ്യവാനാണ്, പുണ്യവതിയാണ് എന്ന്. ഇത് നമ്മൾ ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ? അതൊന്നും ചെയ്യുന്നത് കൊണ്ട്, ചെയ്യാതിരുന്നത് കൊണ്ടല്ല, പാപം ചെയ്യാതിരുന്ന് അവകാശം പറയാനല്ല, പുണ്യം ചെയ്യാതിരിക്കുന്നെങ്കിലാണ് ഞാനും നിങ്ങളും നമുക്ക് തട്ട് കിട്ടുന്നത്. പാപം ചെയ്യാതിരുന്നതിന് അവകാശവാദം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം കൊടുക്കണം, മധ്യസ്ഥം പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം. ലൂക്കാ 19:9 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്ന് യേശു സക്കേവൂസിൻ്റെ ഭവനത്തിൽ അരുളി ചെയ്ത് സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് ഇതാ ഒരു തുറന്ന കുമ്പസാരം അവിടെ നടത്തുകയാണ്. പരിഹാരം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ദാനധർമ്മം ചെയ്യാമെന്ന് ഏറ്റുപറയുകയാണ്. കർത്താവ് പറഞ്ഞു അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവ് നീ അതൊന്നും ചെയ്യണ്ട, സാരമില്ല, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എല്ലാം പോയി, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല. ഇന്ന് അവൻ്റെ അനുതാപം, അവൻ്റെ ഏറ്റുപറച്ചിൽ, അവൻ്റെ മാനസാന്തരം കണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇത് ആരുടെയെങ്കിലും വക പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, കൈക്കൂലി, കരിഞ്ചന്ത, കള്ളത്രാസ്, മായം ചേർക്കൽ, തൂക്കം തട്ടിപ്പ്, ദശാംശങ്ങളിലും കാഴ്ചകളിലും ഒക്കെ കൊള്ള ചെയ്യുന്ന സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം തിരിച്ചു വരണം. ടെസ്റ്റ് ചെയ്യാൻ, ചികിത്സിക്കാൻ, ലാബിൽ കൊടുക്കാൻ, മാറി മാറി പരിശോധന നടത്താൻ, ആഡംബരത്തിന് വേണ്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എല്ലാം വാരിക്കോരിയൊക്കെ ചെയ്യും. എന്തെങ്കിലും ഒരു ദാനധർമ്മമോ അല്ലെങ്കിൽ ഒരു പരിഹാരപ്പെടുത്തിയോ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാലോ, ചെയ്യണമെന്ന് പറഞ്ഞാലോ അയ്യോ വരഞ്ഞ കൈക്ക് ഉപ്പ് തേക്കൂലെന്ന് പറഞ്ഞ പോലെ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റണം, മാനസാന്തരപ്പെടണം, എളിമയുടെ തലത്തിലേക്ക് കടന്നു വരണം. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം, പുതുക്കി പണിയപ്പെടണം, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനമുണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ മേലും നിങ്ങളുടെ മേലും കടന്നു വരും. യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുന്ന അനുഭവമുണ്ടാകും. ഇല്ലെങ്കിൽ എപ്പോഴും രോഗിയ പാപിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൂടോത്രം, മന്ത്രം, ക്ഷുദ്ര, അവർ ചെയ്തു, ഇവർ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ചിലരുടെ ജീവിതകാലം മുഴുവൻ അവർ ചെയ്തു, ഇവർ ചെയ്തു. അവർക്ക് ദൈവത്തിലല്ല, യേശുവിൻ്റെ കുരിശുമരണത്തിലല്ല, തിരുരക്തത്തിലല്ല, വചനത്തിലല്ല. പറയുമ്പോൾ ഭയങ്കര വചനവും എഴുത്തും പരിപാടിയെല്ലാം നടത്തും. പക്ഷേ എല്ലാറ്റിനേക്കാൾ മുകളിൽ എന്തു പറഞ്ഞുകൊണ്ടിരിക്കും? മന്ത്രം, കൂടോത്രം, ചെകുത്താൻ, ക്ഷുദ്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും ഓ ഇങ്ങേർക്ക് കൃപയില്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ ഓടി മടുത്തിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ കെട്ടുകളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച്
യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെട്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി അലയടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. വേറെ ഈ ലോകത്തിൽ ഒരു കാര്യത്തിലും ഇത്ര ഉറപ്പ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നോക്കി നിൽക്കണം, നേരം കൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നവനെ കാണാതാകുന്ന വിട്ടുപോകുന്ന അവസ്ഥകളൊക്കെയാണ് ഇന്ന് ലോകത്തിൽ ഓരോ കാര്യങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മുടെ വിഷയം യേശുവിൻ്റെ തിരുരക്തമാണെങ്കിലും ഇത് വായിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഈ മന്ത്രവും തന്ത്രവും ക്ഷുദ്രവും മാത്രം പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞതാ, എൻ്റെ ആങ്ങളയുടെ ഭാര്യ എന്നെ കൂടോത്രം ചെയ്ത് എലിപ്പനി വരുത്തി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ കാര്യവും നാത്തും വരുത്തിയതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ആങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആരാണ് ഓരോന്ന് വരുത്തിയത്? അവർക്ക് പറയുമ്പോൾ ക്രിസ്ത്യാനിയാണ്, പക്ഷേ വിശ്വാസം മുഴുവൻ അവർ വരുത്തി, ഇവർ വരുത്തി, ഇവർ വരുത്തി, അവർ കാരണം ഇവർ കാരണം എന്നുള്ള അവസ്ഥ. ഈ പിശാച് പണ്ട് മുതലേ ലോകത്തിലുണ്ട്. നുണയുടെ ദുരാത്മാവ് യോഹന്നാൻ 8:44 പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്നോട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 6 മുതൽ തങ്ങൾ കാണുന്ന വസ്തുക്കൾ അദൃശ്യ വസ്തുക്കളേക്കാൾ ഭീകരമാണെന്ന് അവർക്ക് തോന്നി. അവരുടെ മാന്ത്രിക കലയുടെ വ്യാമോഹം തറപറ്റി. ആര് ഇതിനു പോകുന്നു? ഉപ്പ് തിന്നുന്നവൻ തന്നെ വെള്ളം കുടിക്കും. മന്ത്രത്തിനും ക്ഷുദ്രത്തിനും ചെകുത്താനും ചാത്തനും പിശാചിനും ഒന്നും നമ്മളെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. സാക്ഷാൽ സർവശക്തനായ ദൈവമാണ് എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നയിക്കുന്നതും. മാന്ത്രിക കലയുടെ വ്യാമോഹം തറപറ്റി. അവർ അഭിമാനം കൊണ്ട ആ വിദ്യ പരിഹാസ്യമായി. രോഗബാധമായ മനസ്സിൻ്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്ന് ഏറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിപ്പെട്ടു. ഭയം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പ്രശ്നമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടാൻ ഒന്നുമില്ലാതിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സീൽക്കാരം കേൾക്കുമ്പോഴും പേടിച്ചു വിറച്ചു. എല്ലാത്തിനും ഭീരുത്വം നിറഞ്ഞ ആളുകളുണ്ട്. അതാണ് വെളിപാട് 21. അവർ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകം, ഇവർക്കുള്ള ഓഹരി, തീങ്കന്ത, വേണ്ടതിനും വേണ്ടാത്തതിനും പേടി 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 പേടി. മക്കളെയും പറയും എല്ലാം പേടിയാണ്, പഠിക്കാൻ പേടിയാണ്, വിഷയം പേടിയാണ്, സ്കൂളിൽ പോകാൻ പേടിയാണ്, പറഞ്ഞു 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 മാനസിക രോഗികളാക്കി മാറ്റും. എല്ലാത്തിനും പേടി ഉണ്ടെങ്കിൽ തന്നെ അത് കുഴപ്പമില്ല, എല്ലാം ശരിയാവും, ദൈവമുണ്ട്, കൂടെയുണ്ട്, ഈശോണ്ട്, ശക്തിയുണ്ട്, മോൻ പേടിക്കണ്ട, കർത്താവ് ശക്തി തരും എന്നും പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം വീണ്ടും അവർ ഭയം കൊണ്ട് വിറച്ച് നശിച്ചു. ഒരിടത്തു നിന്ന് ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. കാരണം എല്ലാം ചെകുത്താൻ്റെ കീഴിലാണെന്ന് അവരുടെ വിശ്വാസം, എല്ലാം മന്ത്രവാദത്തിൻ്റെ കീഴിലാണ് അവരുടെ വിശ്വാസം. തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്, അത് തന്നെ ശിക്ഷിക്കുന്നു. ഇല്ലാത്തത് ഉള്ളതായിട്ട് കാണുന്നു. മനസാക്ഷിയുടെ സമ്മതം, ആരോ എന്തോ ചെയ്തു വെച്ചു, ആരോ എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, അങ്ങനെ ജീവിതം മുഴുവൻ ഈ മാറാലയിൽ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥ. ആലോചന മനസാക്ഷിയുടെ സമ്മതത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ഉള്ളതായിട്ട് തന്നെ തോന്നിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കും. ശരിയായ ആലോചന, ബുദ്ധി, വിവേകം അത് മൂടപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. എന്തു പറഞ്ഞാലും മനസ്സിലാകില്ല. കേൾക്കുന്നവർക്ക് ഇത് ഭ്രാന്താണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ യാഥാർത്ഥ്യം പോലെ അവർ വിശ്വസിക്കും. സഹായം ലഭിക്കുമെന്നുള്ള ആന്തരികമായ പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 6 മുതൽ 13 വരെയുള്ള ഈ വാക്യങ്ങൾ അങ്ങനെയുള്ള ഒരു വീണ്ടും 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 വായിക്കുക. അതുകൊണ്ട് പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്. യേശുവിൻ്റെ രക്തത്തെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അഴിയാത്ത കുരുക്കോ കൂടോത്രമോ മന്ത്രമോ പൈശാചിക പീഡകളോ ഇല്ല. അവനെല്ലാത്തിനെയും യേശുവിൻ്റെ കുരിശു മരണത്താൽ തകർത്ത് കഴിഞ്ഞു. കൊളോസോസ് 2:15 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധരാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. അതാണ് പിശാച് എന്ന് പറയും.
വിട്ടുപോ യേശുവിൻ്റെ നാമത്തിൽ. മത്തായി 16:20 സാത്താനെ ദൂരെ പോ, നിന്റെ ചിന്ത ദൈവികമല്ല മനുഷ്യമാണെന്ന് പറയാനായിട്ട് സാധിക്കണം. കൊളോസോസ് 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെ അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുക, അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണോ? ആധിപത്യങ്ങൾ തകരണോ? കൊളോസോസ് 2:15, കൊളോസോസ് 1:20 സമാധാനം കിട്ടും. വചനം വെച്ചു പ്രാർത്ഥിക്ക്. യേശുവിൻ്റെ രക്തം, ഇതാ കുഞ്ഞാടിൻ്റെ രക്തം അടയാളമായി ഇസ്രായേൽ ജനം സംരക്ഷിക്കപ്പെട്ടതുപോലെ യേശുവിൻ്റെ രക്തത്താൽ എനിക്കും നിങ്ങൾക്കും മോചനമുണ്ട്. ക്രിസ്തു നമുക്ക് മോചനം തരും. അടിമത്തത്തിൻ്റെ നുഖങ്ങളെ അവൻ തകർക്കും. യേശുവിൻ്റെ രക്തത്താൽ പുതുക്കി പണിയപ്പെടാനുള്ള ഒരു അഭിഷേകം നമുക്കുണ്ടാകും. അവൻ്റെ മുറിവിനാൽ 1 പത്രോസ് 2:24 നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ, പഴയ അവസ്ഥകളെ താലോലിച്ചുകൊണ്ടിരിക്കാതെ അവൻ്റെ മുറിവിനാൽ, രക്തത്താൽ ഇപ്പോൾ യേശുവിൻ്റെ ക്രൂശിത രൂപം മനസ്സിൽ കണ്ട് അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് യേശുവിൻ്റെ മുമ്പിൽ കൊടുത്ത് സ്വർണ്ണമഗ്നിയിൽ ശോധന ചെയ്യുന്നത് പോലെ യേശുവിൻ്റെ രക്തത്തെ തളിച്ച് നമ്മുടെ സമ്പത്തിനെ, വരുമാന മാർഗങ്ങളെ, എത്ര കിട്ടിയിട്ടും തികയാത്ത അവസ്ഥകളെ, അവഹേളനപാത്രമായ നമ്മുടെ അവസ്ഥകളെ, അഭിമാനക്ഷതമുള്ള അവസ്ഥകളെ, മുന്നിൽ വരുന്ന വഴികൾ അടഞ്ഞു പോകുന്ന അവസ്ഥകളെ, തകർച്ചകൾ, തടസ്സങ്ങൾ, നിദ്രാഭാരങ്ങൾ, രോഗപീഠകൾ, കുടുംബത്തിലെ അംഗഭംഗങ്ങൾ വന്ന അവസ്ഥകൾ, കുടുംബാംഗങ്ങളെതിരായിത്തീരുന്ന അവസ്ഥകൾ, കടബാധ്യതകളെല്ലാം യേശുവിൻ്റെ രക്തം തളിച്ച് ഈ മുറിയെ, വീടിനെ, കോമ്പൗണ്ടിനെ, നാലതിരുകളെ, തൊഴിൽ സ്ഥാപനത്തെ, വാഹനത്തെ, യാത്രകളെ, വരുമാന മാർഗങ്ങളെ മുദ്ര വെക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ കർത്താവെ പാപമോചനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഇതാ യേശുവിൻ്റെ രക്തം ക്ഷമയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ആബേലിൻ്റെ രക്തം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആബേലിൻ്റെ രക്തം 34:10 നീതിക്കായിട്ട് നിലവിളിച്ചപ്പോൾ യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടിയും ഞങ്ങളോട് കരുണ കാണിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ ഉയർത്തുന്നുവല്ലോ. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാ മനുഷ്യരുടെ ബോധ മനസ്സിൽ അബോധ മനസ്സിൽ യേശുവിൻ്റെ രക്തത്താൽ എല്ലാ ശുദ്ധിയും പാരമ്പര്യ കടങ്ങളും കെട്ടുകളും അഴിയട്ടെ. നിന്തിരു രക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. മനുഷ്യർ പറഞ്ഞ വിലകെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ തലയിൽ, ഞങ്ങളുടെ നെഞ്ചിൽ തറച്ചു കിടക്കുന്ന അവസ്ഥകൾ നിന്നെ എന്തിനു കൊള്ളാം? നിന്നെ കാണിച്ചു തരാം. നീ എങ്ങനെ ജീവിക്കും? നിന്റെ ജീവിതം പോക്കാണ്. ഇവൻ കഴിവില്ലാത്തവളാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എന്തിനു പോയാലും കർത്താവേ ഞങ്ങൾ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങി, ഞങ്ങൾ തന്നെ അങ്ങനെ വിശ്വസിച്ചു. ഞങ്ങളുടെ തലയിൽ കിടക്കുന്ന ഈ പഴയതെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ കോശങ്ങളിൽ കിടക്കുന്ന രോഗിയാണെന്നുള്ള ചിന്തകൾ, കർത്താവെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, പ്രവർത്തനങ്ങളെല്ലാം മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ സൗഖ്യം കടന്നു വരട്ടെ. മുഴകൾ യേശുനാമത്തിൽ വറ്റിപ്പോകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗി ഇപ്പോൾ വൈദ്യശാസ്ത്രം എല്ലാ വിധത്തിലും എതിരാണെന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുനാമത്തിൽ. യേശുവിൻ്റെ രക്തത്താൽ കർത്താവെ വിട്ടുമാറാത്ത തലവേദന ഇപ്പോൾ വിട്ടുമാറട്ടെ. വയറ്റിലെ കുരുക്കൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. ഈ വ്യക്തി ഒരു അത്ഭുതമായി മാറട്ടെ. സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന രോഗികൾ ഏത് ഭാഗത്ത് വേദനയും രോഗമുണ്ടോ ആ ഭാഗത്ത് ഇപ്പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുനാമത്തിൽ യേശുവിൻ്റെ രക്തം അപ്ലൈ ചെയ്ത് കർത്താവിൻ്റെ ശക്തി അവിടെ വലയം ചെയ്ത് ശരീരത്തിലെ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, മുഴകൾ, അപ്പൻഡിക്സ്, ഹെരണ്യ രോഗങ്ങൾ, അൾസർ, മറ്റ് രഹസ്യ രോഗങ്ങളെല്ലാം സൗഖ്യപ്പെടട്ടെ. ശരീരത്തിലെ അലർജികൾ മാറിപ്പോകട്ടെ. രക്തത്തിലൂടെ യേശുവിൻ്റെ രക്തത്തോട് ചേർത്ത് ഓരോ കോശങ്ങളിലേക്കും സ്കിന്നിലേക്കും അവയവങ്ങളിലേക്കെല്ലാം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കടന്നു വന്ന് പാണ്ട്, ചുണങ്ങ്, തടിപ്പ്, നീർക്കെട്ട്, കർത്താവേ മറ്റ് അലർജി രോഗങ്ങൾ, തുമ്മൽ, വിട്ടുമാറാത്ത ചുമ, കണ്ണിൽ നിന്ന് വെള്ളം വരൽ, കണ്ണ് ചൊറിച്ചിൽ, ശ്വാസമുട്ട്, ചെവി ചൊറിച്ചിൽ എല്ലാം മാറിപ്പോട്ടെ. യേശുവിൻ്റെ രക്തം നിർഗമത കാൽവെള്ള വരെ ഒഴുകട്ടെ. എല്ലാ രോഗികളിലേക്കും വന്ന് നിറയട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയട്ടെ. കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ മാറി സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ. പ്രാർത്ഥനാരൂപി നിറയട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും മാലാഖമാരുടെ സംരക്ഷണം ഉണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിതാവേ, പ്രാർത്ഥന അങ്ങ് ശ്രവിച്ചതിനെ
ഓർത്ത് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ വഴി നടത്തണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങളും കമൻസിലൂടെ ഷെയർ ചെയ്താൽ മറ്റനേകർക്ക് വിശ്വാസവർദ്ധനയ്ക്കും മാനസാന്തരത്തിനും കാരണമാകും. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള സന്ദേശങ്ങളും വീഡിയോകളും മെസ്സേജുകളും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സുവിശേഷ ശുശ്രൂഷ ദൗത്യങ്ങളിൽ നമുക്ക് പങ്കുകാരാകാം. ഓർക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ മിനിസ്ട്രിക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.